വെൽക്കം ബാക്ക് ടു ജാസി എം ബി കുക്കിംഗ്. ഇന്നൊരു സ്പെഷ്യൽ ഉള്ളിവട റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഉള്ളിവടയുടെ ഉള്ളിൽ നമ്മളൊരു സർപ്രൈസ് ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർപ്രൈസ് എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ അവസാനം വരെ കാണണേ. ഇഫ്താർ ടൈമിലേക്കൊക്കെ റെഡിയാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇതൊരെണ്ണം കഴിച്ചാൽ മതി, നല്ലൊരു ഫില്ലിംഗ് ആണ്. നമ്മളൊരു 2 ബജ്ജി കഴിച്ച ഒരു ഫീലിംഗ് കിട്ടും കേട്ടോ ഇതൊരെണ്ണം കഴിച്ചാൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. മുളക് പൊടി വേണം എരിവിന് ആവശ്യത്തിന്, പിന്നെ ഗോതമ്പ് പൊടി, മൈദമാവ്, കടലമാവ്, അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സവാള 2 ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ പെരിഞ്ജീരകം, കുരുമുളക് പൊടി, കുറച്ച് കായം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മളിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്കുള്ള സർപ്രൈസ് ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഈ ഇഞ്ചിയും ഇതെല്ലാം ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് കടലമാവ്, 1/4 കപ്പോളം മൈദപ്പൊടിയും, ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരിവിന് ആവശ്യത്തിനുള്ള 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കായം 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകവും കുരുമുളക് പൊടിയും പൊടിച്ചതും, പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിടാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 ചെറിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് തിരുമ്മി നമ്മുടെ ഈ മാവിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം അപ്പോൾ സവാളയുടെ ആ നീരെല്ലാം ആ മാവിലേക്ക് ഇറങ്ങി ചെന്ന് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുണ്ടാവും നമ്മുടെ ഉള്ളിവട. ഇനി വേണം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ഉള്ളിവട റെഡിയാക്കുന്ന അത്ര ലൂസായിട്ടുള്ള മാവല്ല ഇതിലേക്ക് വേണ്ടത്. ഇത് നമ്മൾ കയ്യിലൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള മാവാണ് റെഡിയാക്കേണ്ടത്. ഇനി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ മാവൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്നതിനും നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർക്കുന്നത്. ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഓരോ ബോൾസായിട്ട് എടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ഇതിൻ്റെ കട്ടി കൂടി പോരുത് കേട്ടോ. നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം വേണം ഉള്ളിൽ നമ്മൾ മുട്ട വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം മുട്ട പൊതിഞ്ഞെടുത്തതിന് ശേഷം ഇതൊന്നുകൂടി ഇതിൻ്റെ സൈഡും എല്ലാ സ്ഥലത്തും ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യാൻ നേരം ഇതിൻ്റെ ഉള്ളിൽ വേവാതെ പോവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ മേൽഭാഗത്തും എല്ലാം സൈഡൊക്കെ ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കാണുമ്പോൾ നമ്മൾ സാധാ ഉള്ളിവടയുടെ ഒരു ലുക്കാണ് കാണുകയുള്ളൂ. പക്ഷെ കഴിക്കാൻ നേരമാണ് നമുക്ക് ഈ ഒരു സർപ്രൈസ് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ആദ്യം കിട്ടിയ കമൻറ്റ്, അയ്യോ നമ്മുടെ സാധാ ഉള്ളിവട നാണിച്ച് പോയിന്നാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റി ആയിട്ടുണ്ട് ഇതെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ നേരം മാത്രം ഹൈ ഫ്ലെയിം വെച്ചാൽ മതി. പിന്നെ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ഓരോന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിവട എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇതിലത്തെ സർപ്രൈസ് ഇതാണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.